ഹലോ ഹായ് വെൽക്കം ടു സൈ ഹൈ. ഇന്ന് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നൽകുന്ന ഒരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വെറും ഇൻറ്റേൺഷിപ്പ് അല്ല, നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് കൂടെയാണ്. അതിൽ വെറൈറ്റി ഓഫ് ഫീൽഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സും ആയിട്ടൊരു ഗ്യാങ് ആയിട്ടൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഇൻറ്റേൺഷിപ്പ് കൂടെയാണ്. നിങ്ങൾക്ക് വിത്ത് സ്റ്റൈപ്പൻ ഗവൺമെൻറ് നൽകുന്ന ഒരു അടിപൊളി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും കൂടെയാണ്. ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടും. അത് നമ്മുടെ സി വിയിൽ ആഡ് ചെയ്തെന്നാൽ നമ്മുടെ എക്സ്പീരിയൻസ് ലെവൽ നമുക്ക്, അതും ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വാല്യുബിൾ ആണെന്ന് നമുക്കറിയാം. സോ ഇത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്. ഞാനിത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സോ ഇത് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നാക്കോ അപ്ഡേറ്റ്സ് എന്ന് പറയും. സോ നാക്കോ എന്നാണ് കേട്ടോ ഇതിനെ പറയുക. സോ നാക്കോ ഇൻറ്റേൺഷിപ്പ് ഗൈഡ് ലൈൻസ് 2024 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓൾറെഡി കുറേ പ്രോഗ്രാംസ് ഓൾറെഡി ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റേൺഷിപ്പ് നമുക്ക് സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് പെർസ്യൂയിങ് സ്റ്റുഡൻറ്റ് ഇപ്പം കറണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ PhD ചെയ്യുന്ന റിസർച്ച് അവർക്ക് പോലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അത് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നാൽ കൂടുതൽ ഡീറ്റെയിൽസ് PDF ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച PDF ഉണ്ട്, അപ്പോൾ നമുക്കത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. ഓക്കെ, സോ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, നാക്കോ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട്, എന്താണ് പ്രോഗ്രാം, എന്താണ് ഈ NGO കൈൻഡ് ഓഫ് എന്താണ് ഇതെല്ലാം കൂടുതലായിട്ട് അവർ പറയുന്നുണ്ട്. സോ ഇതൊരു കൺട്രോൾ പ്രോഗ്രാമായിട്ടാണ്, എയ്ഡ്സ് കൺട്രോളിങ് പ്രോഗ്രാമായിട്ടാണ് ഇവർ പറയുന്നത്. സോ ഇത് എത്രയോ മുന്നേ തന്നെ ഇങ്ങനൊരു ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ പ്രിവെൻഷനും കൺട്രോളൊക്കെ സോഷ്യൽ നെക്സ്റ്റ് ഹ്യൂമൻസിലോട്ട് കൂടുതൽ കോമൺ പീപ്പിളിലോട്ട് എത്തിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ വായിച്ചാൽ മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ STD കൺട്രോൾ പ്രോഗ്രാമായിട്ട് ഇതിനെ പറയാറുണ്ട്. സോ ഇതിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർക്കാണെന്ന് പറയാം. ഇപ്പോൾ കറണ്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വുഡ് ബി ഡൺ വിത്തിൻ 2 weeks ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ഷാൽ ബി ഇൻറ്റിമേറ്റഡ് ബൈ ഇമെയിൽ ഓർ സ്പീഡ് പോസ്റ്റ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല, ഇത് നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവരൊരു ഫോമാറ്റ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നതിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. സോ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫോമാറ്റ് എല്ലാം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് സ്പീഡ് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ്, റിസർച്ച്, അല്ലെങ്കിൽ റിപ്പോർട്ട് റൈറ്റിംഗ്, ഫീൽഡ് വിസിറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ആക്ടിവിറ്റി വരുന്നത്. സോ ഇത് കൈൻഡ് ഓഫ് ഒരു NGO ആയിട്ട് വരും. ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇതിൽ മെയിനായിട്ട് ഇൻറ്റേൺസ് എത്ര പേർക്കൊക്കെ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേർക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇൻറ്റേൺസ് പറയുന്നത് 10ൽ കൂടുതൽ ആൾക്കാരെ എടുക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അത് അവർ ഡിമാൻഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അവർ ഏത് പ്രോഗ്രാമിലാണോ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്, ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദി ഇയർ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിന് പോലും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. നമ്പർ ഓഫ് ഇൻറ്റേൺസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ വേരി ചെയ്യുന്നതാണ് പറയുന്നത്. അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടും അവർ പ്രോഗ്രാമിൽ എത്രയാണോ അതിനനുസരിച്ച് മാറ്റുന്നതാണ് അവർ പറയുന്നത്. പിന്നെ ഇത് ഓൾറെഡി പറഞ്ഞു, എൻറോൾമെൻറ്റ് ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടാകുന്നതായിരിക്കും. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 6 weeks തൊട്ടിട്ട് 3 മാസം വരെ 3 months വരെയാണ് അവർ പറയുന്നത്. ദെൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ തരില്ല എന്നാണ് പറയുന്നത്. സെയിം വിത്ത് റെമ്യൂണറേഷൻ, അതായത് സ്റ്റൈപ്പൻ റേറ്റ് എന്ന് പറയുന്നത് 8,000 rupees അവർ പറയുന്നത് സ്റ്റൈപ്പൻ്റെ എമൗണ്ട്. അതിൽ നമ്മുടെ അക്കോമഡേഷനും ട്രാവൽ അലവൻസും ഒന്നും തരില്ല എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഇതിന് അപ്ലൈ ചെയ്യുക. സ്റ്റേ അക്കോമഡേഷൻ ഔട്ട്സൈഡ് ഡൽഹി സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് തന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെൻസ് നമ്മൾ തന്നെ മീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ സ്പേസ് ഫെസിലിറ്റി
അതുപോലെ സ്റ്റേഷനറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസൊക്കെ നമ്മൾ തന്നെ നോക്കേണ്ടതാണ്. സോ എന്തായാലും ഇതിനൊരു ലാപ്ടോപ്പും കാര്യങ്ങളും ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അത്രയും നല്ലത്. ദെൻ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു സെലക്റ്റഡ് പ്രോഗ്രാം ഡിവിഷൻ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പ്രോഗ്രാം അലോട്ട് ചെയ്യും, അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ആൻഡ് എൻഡ് ഓഫ് ദി പ്രോഗ്രാമിൽ നമ്മൾ അവിടെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. സോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ സ്റ്റൈപ്പൻഡ് നമുക്ക് സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് ദ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ഗവൺമെൻറ് സീൽ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അപ്ലൈ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. UG PG അതും UG സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ദെൻ MPhil PhD സ്റ്റുഡൻസിന് പോലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളായിട്ടുള്ള ലെക്ചർ കാര്യങ്ങളൊക്കെ 4th പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോട്ടോഗ്രാഫ് അപ്രൂവൽ, ഐഡൻറ്റിറ്റി കാർഡ് അപ്രൂവൽ ഫ്രം ഡീൻ അല്ലെങ്കിൽ PI ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ നിന്ന് അപ്രൂവൽ ലെറ്റർ വേണം. അതുപോലെ അബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ട്രാവൽ ഡോക്യുമെൻറ്റ്സ് അതുപോലെ അപ്രൂവൽ ലെറ്റർ ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകേണ്ടതാണ്. ഡ്യൂറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് 6 weeks to 3 months വരെയാണ്. പിന്നെ കൂടുതലായിട്ട് അവർ ഡീറ്റെയിൽസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളൊരു ഇതുണ്ട്, അഡ്രസ്സ് ഉണ്ട്, അതിലോട്ടാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇമെയിൽസും ID കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതേപോലെ വൺസ് ഇയറിൽ ഒരാൾക്കൊരു പ്രാവശ്യം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. സെലക്ഷൻ പ്രൊസീജിയറിൽ ചിലപ്പോൾ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എൻട്രി കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അഥവാ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഫോൺ, സ്കൈപ്പ് അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് അതുപോലെ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതുപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെ സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എല്ലാ മെജോറിറ്റി ഫീൽഡിലുള്ള എല്ലാ ആർട്സ്, കൊമേഴ്സ്, സയൻസ് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാം പ്രോഗ്രാം കോഴ്സ് ആപ്ലിക്കബിൾ ഫോർ ഇൻറ്റേൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻസ്, പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റ്, സ്റ്റാറ്റിക്സ്, സോഷ്യൽ സയൻസ്, സോഷ്യൽ വർക്ക്, MBA, MBBS, ലോ, ഫാർമസി, നഴ്സിംഗ് ഇതുപോലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ്. ഇനി നെക്സ്റ്റ് അവർ പറയുന്നുണ്ട് ഡൊമെയിൻസ് ആൻഡ് ഏരിയസ് അവൈലബിൾ ഫോർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മേജറായിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ലൈഫ് സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അതുപോലെ, കാരണം റിസർച്ച് ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, HIV സർവൈലൻസ് ഉണ്ട്, അതുപോലെ STI RTI പ്രിവെൻഷൻ കൺട്രോൾ പറയുന്നുണ്ട്, ലാബ് ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ മെയിൻ സ്ട്രീമിങ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ ഒരുപാട് ഫീൽഡിൽ പറയുന്നുണ്ട്. ഇതാണ് അവരുടെ ആപ്ലിക്കേഷൻ ഫോം. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്യുക, എന്നിട്ട് വേണം ഇത് സ്പീഡ് പോസ്റ്റ് ചെയ്യാൻ. ഇതിൽ മേജറായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടുണ്ട്. ഇവിടെ ഒരു റൈറ്റപ്പ് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് റൈറ്റപ്പ് ഹൗ ദ സ്റ്റുഡൻസ് അക്കാഡമിക് പെർസ്യൂട്ട് ആസ് എ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം വിൽ ബെനിഫിറ്റ് ഫ്രം ഹിസ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അക്കാഡമിക്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിനും കൂടെ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു റൈറ്റപ്പ് കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ സർട്ടിഫിക്കേഷൻ ആൻഡ് റെക്കമെൻഡേഷൻ ബൈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, നല്ല കോളേജാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിന്ന് വാങ്ങിക്കേണ്ട സിഗ്നേച്ചറും കാര്യങ്ങളുള്ള ഡോക്യുമെൻ്റാണ് ഇത് നിങ്ങൾ അവരുടെ നിന്ന് സീൽ ചെയ്ത് വാങ്ങേണ്ടതാണ്, HOD അല്ലെങ്കിൽ ഹെഡിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ സബ്മിഷൻ ഓഫ് സിനോപ്സിസ്, ഇത് പ്രോജക്റ്റ് ടൈറ്റിൽ ഏതൊക്കെയാണോ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തത് ഏത് പ്രോജക്റ്റാണ്, മെത്തഡോളജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കൊടുക്കേണ്ടത്. സോ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്. അതും ഗവൺമെൻറ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പിൻ ചെയ്തേക്കാം. അതുപോലെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. മാക്സിമം പേര് ഇതിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ആവശ്യമുള്ളവർക്ക് ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഇൻഫർമേഷൻ പാസ് ചെയ്യാം. വീഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യുബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.